ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്പലത്തിൽ നടന്ന കാര്യങ്ങൾ വല്ലതും ഇവൻ അറിഞ്ഞു കാണൂ? ലക്ഷണം കണ്ടിട്ട് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ചേച്ചി ഇതോടെ പോയിരുന്നു? എന്നോടാണോ ചോദിച്ചേ? അതെ, ഞാനന്ന് അമ്പലത്തിൽ വരെ പോയിരുന്നു. കരുണാകരനും സുമലതയൊന്നും അറിഞ്ഞിട്ടില്ല. എന്താണെന്നറിയില്ല, വല്ലാത്ത ദാഹം. ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാം. ഞാൻ എടുത്തിട്ട് വരാം. അയ്യോ വേണ്ട. അച്ഛാ, അച്ഛൻ അറിഞ്ഞോ അച്ഛന്റെ പുന്നാര് പെങ്ങളെ ക്ഷേത്രത്തിൽ കാണിച്ചു കൂട്ടിയതൊക്കെ? എന്ത് കാണിച്ചു കൂട്ടിയെന്ന്? ഇന്ന് ക്ഷേത്രത്തിൽ നടന്നത് മുഴുവൻ അപ്പച്ചിയുടെ വീരസാഹസിക കൃത്യങ്ങളായിരുന്നു. വീരസാഹസിക കൃത്യങ്ങളോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? മനുഷ്യനെ മനസ്സിലാകുന്ന ഭാഷയിലൊന്ന് പറ. അമ്മേ, നിന്റെ മോനെ വട്ടുപിടിച്ചു കാണും. വീരസാഹസിക കൃത്യങ്ങൾ കാണിക്കാൻ ഞാൻ ആരാ? പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ചയോ? അയ്യോ പാവം, ഒന്നും അറിയാത്ത ഒരു പഞ്ചപാവം. അച്ഛാ, 2 ദിവസം മുമ്പ് ഹരിതയെ പെണ്ണ് കാണാൻ ഇവിടെ വന്ന ഭാനുമതി എന്ന സ്ത്രീയെയും അവരുടെ ബന്ധുക്കളെയും ഓർമ്മയില്ലേ? ആ കല്യാണമൊക്കെ എല്ലാരും ചേർന്ന് മുടക്കി വിട്ടതല്ലേ? പിന്നെന്തിനാ അപ്പച്ചി ഇന്നവരെ ക്ഷേത്രത്തിൽ വിളിച്ചു വരുത്തിയത്? അച്ഛാ, ഈ അപ്പച്ചി ഇന്ന് ആ ഭാനുമതിയും ബന്ധുക്കളെയും ക്ഷേത്രത്തിൽ വിളിച്ചു വരുത്തി. എന്നിട്ട് ആ ഭാനുമതിയുടെ മകൻ നരേന്ദ്രനെ കൊണ്ട് ഹരിതയുടെ കഴുത്തിൽ ബലം പ്രയോഗിച്ച് താലി കെട്ടിക്കാൻ നോക്കി. അതിന് ക്ഷേത്രത്തിൽ ഹരിത എങ്ങനെയാടാ വന്നത്? അങ്ങനെ ചോദിക്ക്. എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് തന്ത്രപൂർവ്വം ഹരിതയെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തിയത് വിദ്യേട്ടത്തെയാ. ജഗ, ആവശ്യമില്ലാത്തത് പറയരുത്. എത്തിയോ? ആവശ്യമില്ലാത്തതല്ല, ഈ അപ്പച്ചിയുടെ എല്ലാ കുതന്ത്രങ്ങൾക്കും കൂട്ട് വിദ്യേട്ടത്തെയാ. വായടക്കട. മനസ്സാ വാചാ കർമ്മണം ഞാൻ അറിയാത്ത കാര്യങ്ങൾ പറയുന്നു. ഞാൻ ഒരു ഭാനുമതിയും കുടുംബത്തെയും ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടില്ല. മാനത്തെ കൊട്ടാരം